നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരവും. ആത്മവിശ്വാസത്തോടെ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു. പുലർച്ചെ തന്നെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലെത്തി. പേരാമ്പ്ര MLAയും LDF കൺവീനറുമായ TP രാമകൃഷ്ണനും പേരമക്കളും വെള്ളിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയം കൈവരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം. 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുൻകൈ നേടിയിരുന്നു. ഏതായാലും നാളെ കഴിഞ്ഞ് 13-ാം തീയതി റിസൾട്ട് വരിക. ഇന്ന് 9 മണ്ഡലങ്ങളിലെ 9 ജില്ലകളിലെ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഈ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം കണ്ടെത്തി. ഇവിടെ പ്രധാനമായും ജനങ്ങൾ മതനിരപേക്ഷതയ്ക്കും വികസനം, ജനക്ഷേമം ഈ നിലപാടുകൾക്ക് വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വലിയ തോതിലുള്ള വർഗീയ കൂട്ടുകെട്ട് കേരളത്തിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തുന്നതാണ്. വെൽഫെയർ പാർട്ടി UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുക. ഇത് വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്. സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദം ഇന്ത്യയിൽ അപകടകരമായ പ്രവണതകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരളത്തിനും ബാധകമാണ്. ഈ സാഹചര്യത്തെ അതിജീവിക്കണം. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട്, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാകും. അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും UDF ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ നേടാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ ബൂത്ത് മാത്രമായ സ്ഥലങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതൊഴിച്ചാൽ നല്ല രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതായി വോട്ടർമാർ പറഞ്ഞു. ഓരോ വീട്ടിലെയും കിടപ്പ് രോഗികളെയും പ്രായമായവരെയും കസേരയിലിരുത്തിയും ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇരുവിഭാഗവും വിജയപ്രതീക്ഷയിലാണ്. എന്തായാലും ജനഹിതം നാളെ 8 മണി മുതൽ അറിയാം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.